വിഷു ഈസ്റ്റർ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 10 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ട്. എക്സൈറ്റഡ് ആവാണ്ടിരിക്കുകയോ? ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ. ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പം എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിടന്നത്. അപ്പോൾ രാവിലെ ഞാൻ എണ്ണീറ്റിട്ട് നമ്മുടെ ബെഡൊക്കെ ഒന്ന് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുക. പിന്നെ ഒന്ന് വേഗം പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി ഉണ്ടായിരുന്നു. നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. ഞാനെപ്പോഴും പോകുന്നതിൻ്റെ അന്ന് മാത്രമേ എടുക്കത്തുള്ളൂ. സോ അതൊന്നും എടുത്ത് മടക്കി വെക്കണം. പിന്നെ ഇപ്പം സമയം ഒരു 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമുക്ക് 9 മണിയാകുമ്പോൾ കോളേജിൽ പോകണം. ഇന്ന് നമുക്കാണെങ്കിൽ ടൈം കുറച്ചാണ് തന്നേക്കുന്നത്. നമുക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് നമുക്ക് 12 തൊട്ട് 4 വരെ ഡ്യൂട്ടി ചെയ്താൽ മതി. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് യൂണിഫോം ഇട്ടിട്ട് പോകാമെന്ന് എല്ലാവരും തീരുമാനിച്ചായിരുന്നു. അപ്പം നമുക്ക് 9 തൊട്ട് 11 വരെ കോളേജിലിരിക്കണം 2 മണിക്കൂർ. പിന്നെ 12 തൊട്ട് 4 വരെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും ചെയ്യണം. 4 മണിയാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പം ഒരു കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാഗൊക്കെ ആയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ബാഗൊക്കെ ഇട്ട് ബാണ്ടൊക്കെ ഇട്ടെടുത്ത് പോവുകയാണ് ഗൈസ് നമ്മൾ വീട്ടിലേക്ക്. വീട്ടിൽ പോകുന്ന നിമിഷത്തെ എന്താണ് പറയാനുള്ളത്? സന്തോഷം. കുട്ടീൻ്റെ ബാഗാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. വിഷമമുണ്ടോ? ദേ നോക്ക്, ഞങ്ങൾ പോവാ. നോക്ക്, ഇപ്പഴല്ലല്ലോ, ഞങ്ങൾ ഇന്ന് പോവും. We are going to the bead of the Kerala, guys. ദുർഭാഗ്യവശാൽ നമുക്ക് 12 മണി തൊട്ട് പോസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകണം. ഓക്കെ, ബൈ. അല്ലേലും നമ്മൾ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിയിരിക്കുമ്പോൾ സമയം പതുക്കെ പോകത്തുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ കറക്റ്റ് 4 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എനിക്കറിയില്ല, എനിക്ക് വെപ്രാളമാണ് എന്തോന്ന് എനിക്കറിയില്ല. നന്ദന എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വളരെ സന്തോഷമായി വീട്ടില് വീട്ടിലോട്ട് പോകാൻ. ഇതുപോലൊരു വീട്ടിൽ പോയി എന്തൊരു പോയിട്ടില്ല. ഓക്കെ ബിനോയ്, നന്ദന ബിനോയ്. ആ ഓക്കെ, വെരി ഗുഡ്. എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഇതാണോ മറ്റേ അനിയൻ? ഞങ്ങളങ്ങനെ പോവാണ്. ഞങ്ങൾ 10 ദിവസത്തിന് ഞങ്ങളുടെ വീട്ടിൽ പോവാണ്. വിഷു ഈസ്റ്റർ. അയ്യോ ചേട്ടാ, മോറിന്റെ അവിടെ നിന്ന് പോയിട്ട് വേണം പോവാന്. അപ്പൊ സംഭവം വീണ്ടും അവിടെ പാലം പണി ആയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഓട്ടോയ്ക്ക് വിളിച്ചു. കാരണം ഇതിനാ ഒരു റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ വേറെ റൂട്ടാണ് പോകുന്നത്. വഴിയിൽ നിന്ന് ഒരു സാധനത്തിനെ കളഞ്ഞു കെട്ടി അപ്പോഴാണ് അറിയുന്ന ആളും വരുന്നുണ്ടെന്ന്. ഇവർ രണ്ടും ജനറലി പോകും, ഞാൻ ഇങ്ങനെ AC-യിൽ പൊക്കി. അപ്പൊ ഗൈസ്, ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ഈ വഴിയൊന്നും വലിയ പെടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം ലോങ് റൂട്ടാണെങ്കിലും ഞാൻ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഈ പ്രകൃതി രമണിയൊക്കെ കാണിച്ചു തരാൻ നേരം ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നീണ്ടൊരു 1 മണിക്കൂറത്തെ ഓട്ടോ യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്റ്റേഷനിലെത്തി. സോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നൊരു കാഴ്ചയാണ് ഒരു ട്രെയിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനമാണെന്ന്. എൻ്റെ പൊന്ന് ഗൈസ്, വീക്കെൻഡ് ആയതുകൊണ്ടാണോ ഈസ്റ്റർ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടി ഇത്രയും തിരക്ക്. എൻ്റെ പൊന്നോ, എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ഇത് എടുക്കുന്നതെന്നൊന്നും അറിയാനിട്ട് ആകെപ്പാടെ കൺഫ്യൂഷനായി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടമൊക്കെ ഓടി. നല്ല രസമുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പ്ലാറ്റ്ഫോമൊക്കെ കിട്ടി അവിടെ ചെന്ന് നിന്നപ്പം 6:15 എടുത്തുകൊണ്ട് പോകേണ്ട ട്രെയിൻ 6:45 എടുത്തിടുന്നേ ഉള്ളൂ. പോയപ്പോൾ ഇവിടുന്ന് ഒരു 7:20 ആയി. എന്തായാലും ഞാൻ മാത്രമേ ഈ കൂട്ടത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ലോക്കല്ലായിരുന്നു. സോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് മടുത്തപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് കയറി കിടക്കാമെന്ന് കരുതി. ഞാൻ മിഡിൽ ബർത്തായിരുന്നു. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ വിരിച്ച് നല്ല സൂപ്പർ കുട്ടപ്പനാക്കി അതിൽ കയറി കിടക്കാമെന്ന് കരുതി. സോ ദിസ് ഇസ് മൈ ബെഡ് മേക്കിംഗ് ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഗാഢമായ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ പിന്നെ കണ്ണൂരായപ്പോഴത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ താങ്ക് യു. പിന്നെ തലേന്ന് 3 മണിക്ക് കിടന്നുകൊണ്ട് നല്ല ഉറക്കം ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല. വേഗം കഴിച്ചിട്ട് അപ്പം തന്നെ കയറി കിടന്നുറങ്ങി. അങ്ങനെ എന്തായാലും നമ്മളിവിടെ എത്തി ട്രെയിൻ പോകുന്നത് നോക്കിയിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ നിന്ന് 2 സാധനങ്ങൾ വരുന്നത്.
സാധനങ്ങളെ കിട്ടി. എവിടെ റീച്ച് ഇവിടെ? Guys, finally we reached the so late Tiruvalla. അയ്യോ, നല്ലൊരു ടൈമിംഗ് ആയിരുന്നു അത് ബസ്. സ്കൂൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. +1 ആക്ച്വലി +1 പോയിട്ടില്ല, +2 മാത്രം 6 മാസം മുമ്പ് പോയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇതാണ് ആ സ്കൂൾ. എൻ്റെ അമ്മയും പഠിച്ചത് ഈ സ്കൂളിലാണ്. ഫൈനലി ഫൈനലി ഞാൻ നോക്കൂ, ദിസ് ഇസ് അവർ പ്രകൃതി ഗമിണി ഇൻ ദ ഹോം ടൗൺ ഡേയ്സ്. വെരി ഗുഡ്. അപ്പം നീ എന്ത് ചെയ്യണം, ഞാൻ അവിടെ പോകുമ്പോൾ നീ പുറകിൽ വന്ന് വീഡിയോ എടുത്തു തരണം നല്ലപോലെ. വീഡിയോ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ അടിച്ച് ചകള് പൊളിക്കും ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. കാരണം നമ്മൾ ബസ്സിനാണ് ഞാൻ ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ ഗൈസ്, നല്ലതാണ്, നല്ല കാര്യം. ഈ സമയത്ത് ഓക്കേടാ, ഈ സമയത്ത് പോയി 9 മണിക്ക് അവിടെ ചെന്ന് എൻ്റെ തിരിച്ചു വരും വൈകുന്നേരം 6 മണിയാകുമ്പോൾ. ഇന്റേൺഷിപ്പാണ് ഇന്റേൺഷിപ്പ്. കാരണം എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണല്ലോ, അപ്പൊ വീഡിയോ എടുത്തു തരട്ടെ. നടന്നു പോകുന്ന കാഠിന്യമായ വഴികൾ. നിങ്ങൾ കറ്റാർ വാഴത്തോട്ടം കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് ഈ ബുദ്ധിമതിയുടെ കണ്ടുപിടുത്താണ്. ഇതാണ് കറ്റാർ വാഴത്തോട്ടം. ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. എല്ലാരും ഈ ബിസിനസ് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാരും വീട്ടിലെ മലയെല്ലാം വീട്ടിൽ കളഞ്ഞിട്ടവിടെ കറ്റാർ വാഴത്തോട്ടം ഉണ്ടാക്കണം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൾ എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇവൾ എൻ്റെ ഒപ്പം വരുന്ന കാര്യം. അങ്ങനെ ഇവൾ വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ആ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കാണാൻ പാറു വന്നു. അവൾ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനം നമ്മളിങ്ങനെ വരുമ്പോൾ കൊണ്ടുതരും. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.